കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യ മേഖലയിലും രാഷ്ട്രീയത്തിലും ഒരേപോലെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പ് അടിയന്തര നടപടികളിലേക്ക് കടക്കുന്നതിനിടെ കോഴിക്കോട് നിപ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരിപ്പ് പ്രതിഷേധവുമായി PA മുഹമ്മദ് റിയാസ് MLA രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെടാൻ ജനപ്രതിനിധികളെ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ MLA തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂം തുറന്നിരുന്നു. ഈ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യവകുപ്പ് സ്വീകരിച്ച ചില പുതിയ നിലപാടുകളാണ് MLA റിയാസിന്റെ പരസ്യ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമായ കോഴിക്കോട്ടെ നിപ കൺട്രോൾ റൂമിന് മുന്നിലാണ് PA മുഹമ്മദ് റിയാസ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഈ പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങളുമായി ബന്ധപ്പെടാനും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാനും ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും എന്നാൽ കൺട്രോൾ റൂമിലുള്ള അധികൃതർ അതിന് തടസ്സം നിൽക്കുന്നുവെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ജനപ്രതിനിധികളെ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്താനുള്ള ഉദ്യോഗസ്ഥ ശ്രമമാണിതെന്നാണ് റിയാസ് കുറ്റപ്പെടുത്തുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ളവരെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ ജനപ്രതിനിധികളെ അനുവദിക്കുന്നില്ലെന്നാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത്. ജനങ്ങൾ കടുത്ത ആശങ്കയിൽ കഴിയുന്ന സമയത്ത് അവരെ വിളിച്ച് ആശ്വസിപ്പിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നും ഉദ്യോഗസ്ഥർ അതിന് വിലക്കേർപ്പെടുത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. MLA ഒറ്റയ്ക്ക് ആരംഭിച്ച ഈ പ്രതിഷേധത്തിന് പിന്നാലെ പാർട്ടി നേതൃത്വവും കൺട്രോൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് MLA ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച നിരവധി CPM നേതാക്കളും കൺട്രോൾ റൂമിന് മുന്നിൽ ധർണയുമായി എത്തി. മുൻകാലങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ നിപ പടർന്നു പിടിച്ച സാഹചര്യങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനപ്രതിനിധികളും ബാധിത പ്രദേശങ്ങളിലുള്ളവരെ നിരന്തരം ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തിരുന്നുവെന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇത്തവണ ഈ സ്വാഭാവിക അവകാശം നിഷേധിച്ചത് എവിടെയാണെന്നാണ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ തന്നെ പരസ്യമായി രംഗത്തിറങ്ങാൻ തങ്ങൾ നിർബന്ധിതരായെന്ന് റിയാസ് വ്യക്തമാക്കുന്നത്. നിപ കൺട്രോൾ റൂമിന് മുന്നിൽ റിയാസ് MLAയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം ഉയരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ആരോഗ്യവകുപ്പും സർക്കാർ മുന്നോട്ട് പോകുന്നത്. ജനപ്രതിനിധികൾ ഉന്നയിച്ച ഫോൺ വിലക്ക് സംബന്ധിച്ച ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടിയും സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തിൽ അടിസ്ഥാനമായ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ നിലവിലില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ളവരെ ഫോണിൽ വിളിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് MLAയുടെ പ്രധാന പരാതിയെങ്കിൽ ഇത്തവണ ജില്ലയിൽ ഒരിടത്തും കണ്ടെയ്ൻമെന്റ് സോണുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ ആരോപിക്കുന്നത് പോലെയുള്ള യാത്രാ സമ്പർക്ക വിലക്കുകൾ നിലവിലില്ല. രോഗബാധിതരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരുടെ വിവരശേഖരണം കൂടുതൽ ശാസ്ത്രീയമായാണ് ഇത്തവണ നടപ്പാക്കുന്നത്. രോഗബാധ സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെയും നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഉദ്യോഗസ്ഥർ വഴി കൃത്യമായ റൂട്ട് മാപ്പ് തയ്യാറാക്കാനും ആവശ്യമായ മാനസിക പിന്തുണയും കൗൺസിലിംഗും നൽകാനും പ്രത്യേക ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. അനാവശ്യമായ ഫോൺ കോളുകൾ ഒഴിവാക്കുന്നത് രോഗിയുടെയും ബന്ധുക്കളുടെയും സ്വകാര്യത ഉറപ്പാക്കാനാണെന്നും അധികൃതർ സൂചിപ്പിക്കുന്നു. ഇത്തരം അതീവ ഗുരുതരമായ പകർച്ചവ്യാധി ഉണ്ടാകുന്ന സമയത്ത് രോഗികളുടെയും നിരീക്ഷണത്തിലുള്ളവരുടെയും മാനസികാവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ഇടയാക്കുന്നതിനാലാണ് ആരോഗ്യ പ്രോട്ടോകോൾ അനുസരിച്ച് പരിശീലനം ലഭിച്ച കൺട്രോൾ റൂമിലെ ജീവനക്കാർ മാത്രം അതിനുള്ള ചുമതല നൽകിയിട്ടുള്ളതെന്നാണ് സൂചന. ഏകോപിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ജില്ലയിലെ സാഹചര്യം പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയ തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ജില്ലയിലെ ആരോഗ്യ സാഹചര്യം അതീവ ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് ഇത്തവണ നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ്. അയാളുടെ ആരോഗ്യനില നിലവിൽ ഗുരുതരമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് നിപയ്ക്ക് പുറമെ ഷിഗല്ല, പടർന്നു പിടിക്കുന്ന മറ്റു പകർച്ചപ്പനികൾ എന്നിവയും വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും പനി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ഡോക്ടറെ സമീപിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോട്ടെ രാഷ്ട്രീയ തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.